അറബിക് ഡിഷായ കുനാഫ ഇന്ന് നമുക്കും പ്രിയപ്പെട്ടതാണ്. കുനാഫ ഡോയും അതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള ക്രീം ചീസും ഒക്കെ ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി പെർഫെക്റ്റായി നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. ഈ കുനാഫ ഡോ ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഉണ്ടാക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ തന്നെ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കണം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്യുക. മിക്സിയിലിട്ട് പൊടിക്കരുത്. അങ്ങനെ പൊടിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് പൊടിഞ്ഞു പോകും. അത്യാവശ്യം 1 ഇഞ്ച് നീളത്തിലാണ് അരിയേണ്ടത്. വേണമെങ്കിൽ കത്രിക എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 250 ഗ്രാം കുനാഫ ഡോയ്ക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. 100 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മെൽറ്റാക്കുക. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇതുപോലെ കുറച്ചായി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം. ഒരുമിച്ച് ഒഴിക്കരുത്. ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ അടിഭാഗത്തെ കുനാഫയിലൊന്നും ഇത് പിടിക്കില്ല. വെണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും തോറും ഈ ഡോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവൊന്ന് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് ഭാഗവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അടുപ്പ് ഇപ്പോൾ കത്തിക്കരുത്. അതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം 1 കപ്പ് പാലെടുത്ത് അതിൽ കുറച്ച് മാത്രം ഒഴിച്ച് നന്നായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആ ബാക്കി പാൽ ഒഴിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ ആ കോൺഫ്ലവർ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി തീ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് തുടരെ ഇളക്കണം. ഇളക്കുന്നത് നിർത്താൻ പാടില്ല. കാരണം കോൺഫ്ലവർ നമ്മളിതിൽ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പാല് കുറുകി വരും. പാൽ ഇതേപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് ഓഫ് ചെയ്യുക. അതിന് ശേഷമാണ് ഇവിടെ ക്രീം ചീസ് ചേർക്കുന്നത്. 100 ഗ്രാം ക്രീം ചീസാണ് ചേർത്തത്. വേണമെങ്കിൽ മൊസറല്ല ചീസും ചേർക്കാം. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വീണ്ടും അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ക്രീം ചീസ് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഏതാണ്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മെൽറ്റായി വരും. കുനാഫ പുറത്തേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നില്ലേ, ആ സമയത്ത് തന്നെ ക്രീം ചീസും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഇത് വീണ്ടും ഒന്ന് കട്ടിയായി വരും. ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളവും 1 ഏലക്കായ ചതച്ചതും 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. പഞ്ചസാര മെൽറ്റാവുന്നത് വരെ തിളയ്ക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ഏലക്കായുടെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി വരും. അതിനുശേഷം അത് ഓഫ് ചെയ്ത് തണിഞ്ഞതിന് ശേഷം, നന്നായിട്ട് തണിയേണ്ട, ഇളം ചൂടായതിന് ശേഷം അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ബട്ടർ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തടവുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കുനാഫ ഡോ പകുതിയാക്കുക. അതായത് ഈക്വൽ പാർട്ടാക്കി മാറ്റി അതിൽ ഒരു ഭാഗം മാത്രം ഈ ഒരു പാനിലിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. അമർത്തി തന്നെ ഇതൊന്ന് സെറ്റാക്കി വെക്കണം. ഇനി ക്രീം ചീസ് ഫില്ലിങ് വയ്ക്കാം. ഈ ഫില്ലിങ് ഒഴിക്കുമ്പോൾ അരികു വശത്തേക്ക് ആവാതെ ശ്രദ്ധിക്കണം. കാരണം അരികിലേക്ക് ക്രീം ചീസ് വരികയാണെങ്കിൽ നമുക്കിത് തിരിച്ചിടുമ്പോൾ എല്ലാം കൂടെ വെളിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നടുവിൽ മാത്രം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ലെവലാക്കി കൊടുത്താൽ മതി. ഇനി ബാക്കി പകുതി കുനാഫയില്ലേ, അത് ഇതിൻ്റെ മുകളിൽ നിരത്തണം. അതിനു മുന്നേ ആദ്യം അരികുവശം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ക്രീം ചീസ് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചിടുമ്പോൾ അത് പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇതുപോലെ അരികുവശം ഫില്ല് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് നിരത്താം. മുകൾ ഭാഗത്തെ കുനാഫ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ പ്രസ് ചെയ്യാവൂ, അല്ലെങ്കിൽ ആ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇതേപോലെ ഹോളുള്ള അടപ്പാണെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമുക്കിത് അടച്ചു വയ്ക്കണം. ഒട്ടും എയർ പുറത്തേക്ക് വരാൻ പാടില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യണം. 5 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അരികുവശം എപ്പോഴാണോ ഇതുപോലെ ഗോൾഡൻ കളറാവുന്നത് അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിലിടാൻ മറക്കല്ലേ. ഇനി ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം വേറൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. ദോശ ചുടുന്ന പാനായിരിക്കും നല്ലത്. നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ നന്നായിട്ട് ബട്ടർ പുരട്ടിയതിന് ശേഷം ഇതേപോലെ വെച്ച് ഡയറക്റ്റ് തന്നെ തിരിച്ചിടാം. അല്ലാതെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ വീണ്ടും ഇങ്ങനെ ഇടുമ്പോൾ വീണ്ടും 1-2 തവണയൊക്കെ നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിനുശേഷം ഇതേപോലെ ഒന്ന് അടുക്കി വെച്ച് വീണ്ടും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം.
ഞാനിപ്പോൾ തിരിച്ചിടുമ്പോൾ ആ ഒരു ഡോ കുറച്ച് പുറത്തേക്ക് ചാടിയത് കണ്ടില്ലേ? അത് ദോശക്കല്ലും ഫ്രൈങ് പാനും ഒരേ അളവായത് കൊണ്ടാണ്. ഒരേ അളവാകുമ്പോൾ ആ ഗ്യാപ്പിലൂടെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ദോശക്കല്ല് ഫ്രൈങ് പാനിനേക്കാളും കുറച്ച് വലുപ്പമുള്ളത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ ഭാഗവും കൂടെ ബ്രൗൺ കളർ ആവണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഏത് പ്ലേറ്റിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ പ്ലേറ്റ് ഇതേപോലെ കമഴ്ത്തി വെച്ച് വീണ്ടും നമുക്ക് തിരിച്ചിടാം. ഇനി പിസ്ത കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ബദാം ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണേ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് നന്നായിട്ട് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ഇളം ചൂട് മാത്രം മതി. ആ ഇളം ചൂടിൽ ഇതിൽ സോക്ക് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഇതൊന്ന് അബ്സോർബ് ചെയ്യും. ആ ഷുഗർ സിറപ്പ് മുഴുവനായിട്ടൊന്ന് അബ്സോർബ് ചെയ്യും. ഈ അളവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഷുഗർ സിറപ്പ് ഈ കുനാഫയ്ക്ക് കറക്റ്റാണ്. കാരണം നമ്മൾ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ മാത്രമേ ക്രീം ചീസിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ ഇത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ബാക്കി ഭാഗങ്ങളിലൊക്കെ വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ കഴിക്കുന്ന ഭാഗം നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ പോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് കഴിക്കാനോ ഒന്നും നമുക്കിത് കഴിയില്ല. എല്ലാവർക്കും അതറിയാമല്ലോ. അപ്പോൾ നമ്മൾ സ്പൂണ് കൊണ്ട് തന്നെ ഇത് കോരിയിട്ട് കഴിക്കണം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ഒരു മധുരവും പിന്നെ നമ്മുടെ ക്രീം ചീസിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മുടെ ആ ഒരു കുനാഫയും എല്ലാം ചേർന്ന് വരുന്ന ഒരു പ്രത്യേകതരം രുചിയാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ. കുനാഫ തണുപ്പിച്ചിട്ടല്ല ചൂടോടെയാണ് കഴിക്കേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. താങ്ക്